ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശനത്താൽ അനുഗ്രഹീതമായ പള്ളുരുത്തിയുടെ മണ്ണിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ ധ്വജപ്രതിഷ്ഠാ ഉത്സവം മാർച്ച് 3-നും തിരുവുത്സവം മാർച്ച് 4-നും ആരംഭിക്കുന്നു. തിരുവുത്സവാഘോഷങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി NV സുധാകരൻ കൊടിയേറ്റും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ദിനങ്ങളിൽ ഭക്തജനങ്ങൾക്കായി പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികൾ. പള്ളുരുത്തി ശ്രീധർമ്മ പരിപാലന യോഗത്തിന്റെ കീഴിലുള്ള ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ ധ്വജപ്രതിഷ്ഠാ മഹോത്സവവും തിരുവുത്സവവും മാർച്ച് 3 മുതൽ 14 വരെ പൂർവാധികം ഭംഗിയോടെയാണ് കൊണ്ടാടുന്നത്. കൊടിയേറ്റ് ദിനമായ മാർച്ച് 4-ന് മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജ, പ്രസാദഊട്ട് എന്നിവയുണ്ടാകും. ക്ഷേത്രം തന്ത്രി NV സുധാകരൻ കൊടിയേറ്റിന് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവുത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. കൂടാതെ പകൽപൂരം, പള്ളിവേട്ട മഹോത്സവം, പൂയ മഹോത്സവം, കാവടി ഘോഷയാത്ര എന്നിവയും ഉണ്ടായിരിക്കും. മാർച്ച് 13-നാണ് ആറാട്ട് മഹോത്സവം. വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് KV സരസൻ, ദേവസ്വം മാനേജർ KR മോഹനൻ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ PB സുജിത്, ദേവസ്വം ഉപദേശക സമിതി അംഗങ്ങളായ PK ബാബു, CP കിഷോർ, KR വിദ്യാനാഥ് എന്നിവർ പങ്കെടുത്തു. കൊടിയേറ്റ് ദിവസം മാർച്ച് 4-നാണ്. അപ്പോൾ മാർച്ച് 3 മുതൽ നമ്മുടെ ഉത്സവത്തിൻ്റെ പരിപാടികൾ ആരംഭം കുറിക്കുകയാണ്. സാധാരണ ഗതിയിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മൾ പ്രസാദ ഊട്ട് നടത്തുന്നത് കൊടിയേറ്റ് ദിവസവും അതേപോലെ പൂയ മഹോത്സവ ദിനത്തിലും പള്ളിവേട്ട മഹോത്സവ ദിനത്തിലും ആറാട്ട് മഹോത്സവ ദിനത്തിലുമാണ് പ്രസാദ ഊട്ട് ചടങ്ങ് നടത്തുന്നത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകത ഉള്ളത്, നമ്മൾ എല്ലാ ദിവസവും പ്രസാദ ഊട്ട് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ തവണത്തെയും പോലെയും ഈ തവണയും 3 സ്റ്റേജിൽ തന്നെയാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. ഹൈസ്കൂൾ മൈതാനിയിൽ 2 സ്റ്റേജിലും ക്ഷേത്ര മൈതാനിയിലുള്ള ഒരു സ്റ്റേജിലുമാണ്. പിന്നെ 9 ആനകളെയാണ് നമ്മുടെ ഈ പൂരത്തിന് അണിനിരത്തുന്നത്. പൂയ മഹോത്സവത്തിന് രാവിലെ മറ്റൊരു പ്രത്യേകത ഉള്ളത്, കുട്ടികളുടെ മാത്രമായിട്ടുള്ളൊരു കാവടി ആഘോഷം ഈ പൂയ ദിനത്തിനുണ്ട്. അത് അഭിഷേക കാവടി എന്നാണ് അതിൻ്റെ പേര്. അത് 3 സ്ഥലത്തു നിന്നാണ് ആരംഭിക്കുന്നത്. 10-ാം തീയതി രാവിലെ ഒന്ന് ഈ വലിയ പുല്ലാര എന്ന് പറയുന്ന ഈ പ്രദേശത്തു നിന്നും, ഒന്ന് ചെറിയ പുല്ലാര അവിടെയുള്ള ഭജനമടത്തു നിന്നും, ഒന്ന് കടയ ഭാഗം അവിടെ ഒരു ഭജനമടമുണ്ട്, അവിടെ നിന്നാണ്. അങ്ങനെ 3 ഭാഗത്തു നിന്നാണ് കുട്ടികളുടെ അഭിഷേക കാവടി രാവിലെ അന്ന് എത്തിച്ചേർന്നത്. പിന്നെ വൈകിട്ടാണ് ഈ പറഞ്ഞ 2 ഭാഗം തിരിച്ചിട്ടുള്ള കാവടി ആഘോഷം. ആനയൂട്ട് എന്ന് പറയുന്ന പരിപാടി നടത്തുന്നുണ്ട്. അതിൽ വലിയ ജനകീയ പങ്കാളിത്തം അത് പരിപാടിക്ക് വരാറുണ്ട്. മഹോത്സവം നടക്കുന്ന ഈ 2 ദിവസവും പള്ളിവേട്ട ദിനത്തിലുമുണ്ട്, ആറാട്ട് ദിനത്തിലും പിന്നെ ആനയൂട്ട് നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.